ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു തറവാട്ട് പുളി ഉണ്ടാക്കി നോക്കാവേ. വെളുത്തുള്ളി, ചെറിയുള്ളി, വറ്റൽമുളക്, ജീരകം, മല്ലി ഇവ ഒന്ന് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ പുളി വെള്ളത്തിലിട്ട് നമുക്ക് സോക്ക് ചെയ്യാനും കൂടെ വെക്കണം. ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക. ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച ഉലുവയും കൂടെ അതിനകത്തേക്ക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ മിക്സും ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയും ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എരിവിന് അനുസരിച്ചിട്ട് നമുക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ചതച്ചതുകൊണ്ട് അതിൻ്റെ ഒരു എരിവ് കാണും അതിനകത്ത്. അപ്പോൾ ആ ഒരു പൊടികളും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പുളിക്കൊരു വേവുണ്ട്, അപ്പോൾ ആ നന്നായിട്ട് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. തിളച്ച് വരുന്ന പുളിവെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം.